ശബരിമല റോപ്പ് വേ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചെന്നും റോപ്പ് വേ നിർമ്മാണത്തിന് വരുന്ന ഉത്രം നാളിൽ തുടക്കമിടുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്കുംപുറത്തുപാട്ടും കോടിയർച്ചനയുടെയും വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റോപ്പ് വേ നിലവിൽ വരുന്നതോടെ സന്നിധാനത്തേക്ക് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ടറുകൾ ഒഴിവാക്കാനാകുമെന്നും ഇതുവഴി ശബരിമലയിലെ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷത്തേക്കാൾ 6.5 ലക്ഷം കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തിയതുവഴി 8.5 കോടി രൂപ നടവരവ് എത്തിയതായും പരാതികൾക്ക് ഇട നൽകാതെ ദർശനം സാധ്യമാക്കാനായെന്നും ശബരിമലയ്ക്കായി 778 കോടിയുടെയും പമ്പ നിലയ്ക്കൽ 285 കോടി രൂപയുടെയും മാസ്റ്റർ പ്ലാൻ ക്യാബിനറ്റ് അംഗീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് ദർശിക്കാൻ കഴിയുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഒരുങ്ങുകയാണ്. ഈ മഹാദേവ ക്ഷേത്രത്തിൽ ഈ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോടിയർച്ചയും വടക്കുപുറത്തുപാട്ടും അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ലോകത്തുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ, മനസ്സിലാക്കാൻ, ഭക്തിപൂർവമായി അതിലേർപ്പെടാനെല്ലാം കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും. മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കോടിയർച്ചന വടക്കുംപുറത്തുപാട്ട് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ KR ശ്രീലത, അസിസ്റ്റന്റ് കമ്മീഷണർ MG മധു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി, കോടിയർച്ചന വടക്കുംപുറത്തുപാട്ട് കമ്മിറ്റി ജനറൽ സെക്രട്ടറി P സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PV നാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.